ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇന്ന് രാവിലെയും പ്രതീക്ഷിച്ചത് ഈ കേസിൽ ജാമ്യമുണ്ടാകും എന്നുള്ളതാണ്. എത്ര ആത്മവിശ്വാസത്തോടു കൂടിയായിരുന്നു 12 മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂർ ആ കോടതിയിലേക്ക് പോയത് എന്ന് നമ്മൾ കണ്ടതാണ്. ഒരു ഘട്ടത്തിലും മനസ്താപം പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ കാര്യത്തിൽ ഉറച്ചുനിന്ന് സുസ്മേരവദനായി കൈവീശി കാണിച്ചു പോയ ബോബി ചെമ്മണ്ണൂരിന് വിധി കേട്ടപ്പോ എന്തായാലും നിയമം എന്താണ് എന്ന് മനസ്സിലായി കാണില്ലേ? ശ്രീ അഭിലാഷ്, ദയവായി അങ്ങ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയാൻ തയ്യാറായിരുന്നു. ചില മാധ്യമങ്ങളോട് അദ്ദേഹം മാപ്പും മറ്റും പറഞ്ഞു. അതുകൊണ്ട് മനസ്താവമില്ല എന്നൊന്നും പറയരുത്. ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായി അദ്ദേഹത്തിന് കോടതിയിൽ എടുക്കുന്ന നിലപാടുകൾ കാണാം. പക്ഷേ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിലേക്ക് കോടതി അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞത്. അവർ ഹൈക്കോടതിയിലേക്ക് അടക്കം സമീപിച്ച് ജാമ്യം കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ജാമ്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടും കാര്യം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇത് ബോബി ചെമ്മണ്ണൂരിനെ വേട്ടയാടുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന അഭിലാഷിന്റെയും മുഖ്യധാരാ മാധ്യമങ്ങളുടെയും ഒരുതരം ആനന്ദ തിമിർച്ചയാകരുത്. ആനന്ദമല്ല, ഒരാളെയും വേട്ടയാടേണ്ട കാര്യം എനിക്കില്ല, മുഖ്യധാരാ മാധ്യമങ്ങൾക്കുമില്ല. ഇവിടെ വേട്ടയാടപ്പെട്ടത് ഒരു സ്ത്രീയാണ്. അത് ഒരു തവണയല്ല. അവർ പൊതുരംഗത്ത് നിൽക്കുന്നു എന്നതിന്റെ പേരിൽ വർഷങ്ങളോളം വേട്ടയാടപ്പെട്ട ഒരു സ്ത്രീ. അവർ പലവട്ടം വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതിനുശേഷം നിയമത്തിന്റെ വഴി സ്വീകരിച്ചു. നിയമം അവർക്ക് കൃത്യമായ സംരക്ഷണം നൽകുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ നീതിബോധത്തിനപ്പുറത്ത് ഒരു സന്തോഷവുമില്ല. ഇത് ആനന്ദത്തിന്റെ പ്രശ്നമല്ല രാഹുൽ ഈശ്വർ, ആനന്ദത്തിന്റെ പ്രശ്നമല്ല, ഇത് നീതിബോധത്തിന്റെ പ്രശ്നമാണ്. അഭിലാഷിന്റെ സ്വരത്തിൽ ആനന്ദമുണ്ടെന്നും ആ സ്വരത്തിൽ ആനന്ദം മറച്ചു വെച്ച് ആ ആനന്ദം ഇല്ലാതായി അഭിലാഷ് അഭിനയിക്കുന്നതിന് അഭിലാഷിനെ അഭിനന്ദിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ നടക്കുന്നത് ശ്രദ്ധിക്കുക. വിമർശിക്കാൻ പാടില്ല, സ്വരം മാത്രമേ ഉള്ളൂ. ആയിക്കോട്ടെ, മനസ്സിലായി. അല്ല, ഒരു കാര്യം മാത്രം, ബോച്ചയെ വേട്ടയാടണം, ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് കേരള സമൂഹം എത്തരുത്. അവിടെയാണ് ഞാൻ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. ബോച്ചയെ ആരെങ്കിലും ന്യായീകരിച്ചോ? ഞാൻ അടക്കമുള്ള ആരെങ്കിലും ബോച്ചയെ ന്യായീകരിക്കുന്ന അങ്ങ് കേട്ടോ? ബോച്ചയെ പറഞ്ഞത് ശരിയായില്ല. അതോടൊപ്പം ഹണി റോസിനും സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കണം. ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലാവുമ്പോൾ എന്തിനാണ് ഹണി റോസ് സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാവുന്നത്? ഹണി റോസിന്റെ വസ്ത്രം മോശമായതുകൊണ്ടാണോ ബോബി ചെമ്മണ്ണൂർ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയത്? അവരുടെ വസ്ത്രത്തിന്റെ പ്രത്യേകത കൊണ്ടാണോ ബോബി ചെമ്മണ്ണൂർ ദ്വയാർത്ഥ വിമർശനങ്ങൾ ഉണ്ടാകുകയും അല്ല വസ്ത്രങ്ങളുടെ വിമർശനം പ്രയോഗം ഹണി റോസിന്റെ സമ്മതത്തോടും? അതെങ്ങനെയാണ് ഒരാളുടെ ദ്വയാർത്ഥ പ്രയോഗം മറ്റൊരാളുടെ സമ്മതത്തോടു കൂടിയാവുന്നത്? ഇതിനേക്കാൾ താങ്കൾ ദയവായി ശ്രദ്ധിക്കുക, മോൺസ്റ്റർ സിനിമയിൽ ലാലേട്ടനും ട്രിവാൻഡ്രം ലോഡ്ജ് സിനിമയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ എടുക്കുന്ന നിലപാട്. സിനിമകളാണ്, ആ സിനിമകളിലുള്ളവർ കഥാപാത്രങ്ങളാണ്. ഹണി റോസ് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, ബോബി ചെമ്മണ്ണൂറും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്, പൗരന്മാരാണ്, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നവരാണ്. സിനിമയിൽ അങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്ത് ന്യായമാണ്? സിനിമയാണോ? അഭിലാഷ് മറുപടി കേൾക്കുന്നില്ല. അഭിലാഷ്, ആ സിനിമയിൽ തന്നെയല്ലേ മമ്മൂട്ടി കസബയിൽ പറഞ്ഞത്? പക്ഷേ മമ്മൂട്ടി എന്ന മഹാനടനെ ആക്രമിക്കാൻ ഇവിടുത്തെ ഫെമിനിസ്റ്റുകൾക്ക് ഒരു മടിയും. മമ്മൂട്ടി എന്ന മഹാനടൻ കസബയിൽ പറയുന്നത് ആരും എഴുതി കൊടുത്തൊരു ഡയലോഗ് ആയിരുന്നില്ലേ? പക്ഷേ നമ്മുടെ പാർവതി അടക്കം, പാർവതി എന്റെ സുഹൃത്താണ്, അതുവരെ പാർവതി അടക്കമുള്ളവർക്ക് മഹാനടനായ മമ്മൂട്ടിയെ പ്രായം പോലും മറന്ന് സൂപ്പർ സ്റ്റാർ പദവി മറന്ന് മമ്മൂക്ക എന്ന മഹാനടനെ ആക്രമിക്കാൻ ഒരു മര്യാദയും കാണിച്ചില്ല. അപ്പൊ നിങ്ങൾ ലിബറൽ ആരാണ് ആക്രമിക്കപ്പെട്ടത്? പാർവതിയാണ്. സൈബർ ആക്രമണത്തിന്, സൈബർ ബുള്ളിങ്ങിന് വിധേയായത്. അങ്ങനെ പാർവതിയെ സൈബർ ആക്രമണം നടത്തിയ ആൾക്കൊരു പ്രൊഡ്യൂസർ ജോലി കൊടുത്ത് സഹായിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അല്ലാതെ പാർവതിയല്ല ആക്രമിച്ചത്, പാർവതിയെ ആണ് ആക്രമിച്ചത്. ആ ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സ്ത്രീ വിരുദ്ധത ഗ്ലോറിഫൈ ചെയ്യപ്പെടേണ്ട കാര്യമല്ല എന്നൊരു അഭിനേത്രി പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അത് അവരുടെ അഭിപ്രായമാണ്. അഭിപ്രായം പറഞ്ഞതല്ലാതെ എവിടെയാണ് അവർ ആക്രമിച്ചത്? വിഷയം മാറ്റണ്ട. ഇവിടുത്തെ പ്രശ്നം പുരുഷവിരുദ്ധതയാണ് പുരോഗമനം. പുരുഷവിരുദ്ധതയും പുരോഗമനവും ഒന്നുമല്ല പ്രശ്നം, നിയമവും നീതിയുമാണ് പ്രശ്നം. ഇതിലെ ആദ്യത്തെ പോയിന്റിലേക്ക് രാഹുൽ ഈശ്വർ വരൂ. ഇതിന്റെ ആദ്യത്തെ പോയിന്റിലേക്ക് വരൂ. ബോബി ചെമ്മണ്ണൂർ എന്ന കോടീശ്വരൻ, കുബേരൻ, അയാളുടെ പണത്തിന്റെ ഹുങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളും അധിക്ഷേപങ്ങളും നടത്തുന്നു. അതിലൊരു വ്യക്തി പരാതി കൊടുക്കുന്നു. ആ പരാതിയുടെ മുകളിൽ അതിന്റെ മെറിറ്റിൽ തീരുമാനം അത്രമാത്രമേ ഉള്ളൂ. ആ പരാതിക്ക് മുകളിൽ പോലീസ് ആക്ട് ചെയ്യുന്നതോ ആ ആക്ഷൻ നമ്മൾ കാണുന്നതോ
ഈ പറഞ്ഞ പരാതിപ്പെട്ട ആളെ സോഷ്യൽ ഓഡിറ്റ് ചെയ്തുകൊണ്ടാവുന്നത് എന്തിനാണ്? അതിന്റെ ആവശ്യം എന്താണ്? അതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. അഭിലാഷ്, ഒരു വരി മാത്രം താങ്കൾ കേൾക്കൂ. ഒരു വരി മാത്രം. പുരുഷവിരോധമാണ് പുരോഗമനമെന്ന് തെറ്റിദ്ധരിക്കുന്ന ലിബറലുകളുള്ള ഈ നാട്ടിൽ സാംസ്കാരിക ഡിബേറ്റായി ഇതിനെ അവർക്ക് കാണാൻ കഴിയാത്തത് യാന്ത്രികമായി സാങ്കേതികത്വത്തിൽ പിടിക്കുന്നത് കൊണ്ടാണ്. യാന്ത്രിക സാങ്കേതികത്വത്തിനപ്പുറം ഇതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ്. ഹണി റോസിന് നേരെയുള്ള വിമർശനം, അമല പോളിന് നേരെയുള്ള വിമർശനം, ദിവ്യപ്രഭയ്ക്ക് നേരെയുള്ള വിമർശനം, ഇതൊരു സാംസ്കാരിക പശ്ചാത്തലമാണ്. ആ സാംസ്കാരിക പശ്ചാത്തലത്തിൽ ആരും മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് ഞങ്ങൾ ആരും അംഗീകരിക്കുന്നില്ല. എന്നാൽ മോശം വസ്ത്രധാരണമുണ്ട് എന്ന വിമർശനം പറഞ്ഞാൽ തന്നെ നീ 15ാം നൂറ്റാണ്ടിൽ നീ പിന്നോക്കക്കാരനാണ്, അല്ലെങ്കിൽ നീ കഴിഞ്ഞ നൂറ്റാണ്ടാണ് എന്ന് പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കലാണ്. ഒരു പുരോഗമനവാദം പാരമ്പര്യവാദം എന്നൊരു ഡിബേറ്റ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ പുരോഗമനം, പാരമ്പര്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കൂ. ഒരു വ്യക്തി അധിക്ഷേപം നേരിട്ടു, ആ വ്യക്തി പരാതി കൊടുത്തു, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആക്ട് ചെയ്തു. ഇതാണല്ലോ നടന്നത്. ഇതിൽ ഈ പരാതിപ്പെട്ട വ്യക്തിയുടെ വസ്ത്രത്തിനോ വസ്ത്രധാരണത്തിനോ അവരുടെ സിനിമയ്ക്കോ ഒക്കെ എന്താണ് റോൾ? അതിലൊന്നും ഒരു പങ്കാളിത്തവുമില്ല. ഇവിടെ പരാതി കിട്ടി, ആ പരാതിയുടെ മുകളിൽ ആക്ഷൻ എടുത്തു. അതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ കാണാത്തത്? നത്തിങ് കംസ് ഫ്രം വാക്യൂം. അഭിലാഷ് വാക്യൂമായി അത് ചിത്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ സാംസ്കാരിക ഡിബേറ്റിലേക്ക് പോയാൽ അഭിലാഷിന്റെ പോയിന്റ് ജയിക്കില്ല എന്നറിയാവുന്നതുകൊണ്ടാണ്. അതിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തിലേക്ക് പോയാൽ മാതൃഭൂമിയുടെ കമന്റ് ബോക്സ് എടുത്തു നോക്കിയാൽ മതി ജനങ്ങൾ എവിടെയാണെന്ന്. അങ്ങനെ ആൾക്കൂട്ടത്തിനനുസരിച്ച് ആൾക്കൂട്ടത്തിന്റെ മനോഭാവം ഉണ്ടാകും, ആൾക്കൂട്ടത്തിന്റെ മനോഗതം ഉണ്ടാകും. അങ്ങനെ ആൾക്കൂട്ടത്തിന്റെ മനോഗതത്തിനനുസരിച്ച് ആൾക്കൂട്ടം നിർമ്മിക്കുന്ന പൊതുബോധത്തിനനുസരിച്ച് വർത്തമാനം പറയാനല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ നിയമം പറയുന്നത്, ഈ രാജ്യത്തെ ഭരണഘടന പറയുന്നത് അനുസരിച്ച് സംസാരിക്കാനാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും കമന്റ് ബോക്സിലല്ലേ എവിടെ വന്ന് പറഞ്ഞാലും നീതിബോധത്തിന്റെ പക്ഷത്തെ ഇക്കാര്യത്തിൽ നിൽക്കാൻ കഴിയും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം. അങ്ങ് തുടരും.